ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ഈസിയായും സിമ്പിളായും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന മാതാപിതാക്കളൊക്കെ ചിന്തിക്കുന്ന എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടും. ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ 2 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാൻഡ്വിച്ചിന് റെഡിയാക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒനിയൻ ആഡ് ചെയ്യുക. ഇനി ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു കളർഫുള്ളിന് വേണ്ടി നമ്മൾ പച്ചയും റെഡും ഒക്കെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സോസേജാണ്. സോസേജ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മഷ്റൂം ആഡ് ചെയ്യാം. ഇനി നമുക്ക് സോസേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന സോസേജാണ്. ചിക്കനിലുണ്ടാക്കാം, മഷ്റൂമിലുണ്ടാക്കാം, അങ്ങനെ വെജിറ്റബിളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിസ്സയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ്. നമ്മളിപ്പോൾ സോസേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മൊസറല്ല ചീസാണ്. ചീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പൊടിക്ക് ഓർഗാനോ മിക്സ് ചെയ്ത് കൊടുക്കാം. പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് പാനിൽ വെച്ചിട്ടാണ്. നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിസ്സ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 3 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാൻ. 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. തുറക്കാൻ പാടില്ല. തുറന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് സ്പ്രെഡാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ പിസ്സ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും തയ്യാറാക്കുക. കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.